ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ഐഫോണിൻ്റെ ബോട്ട് സാപ്പിംഗ് ആണ്. അപ്പോൾ ഐഫോൺ 13 Pro ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സിം ഇട്ട് കഴിഞ്ഞാൽ റീസ്റ്റാർട്ടിംഗ് ആണ് ഇതിൽ ഉള്ളത്. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും റീസ്റ്റാർട്ടിങ്. പിന്നെ വൈഫൈയും സിമ്മും ഇടാതെ ഉപയോഗിക്കുകയാണെങ്കിലും ഇടയ്ക്ക് ഒരു റീസ്റ്റാർട്ടിങ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സിം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെ റീസ്റ്റാർട്ടിങ് അല്ല, തീരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഫോണിൻ്റെത്. അപ്പോൾ ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വർക്കിംഗ് കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. ക്യാമറ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ വർക്കിംഗ് ആണ്. പക്ഷെ സിം ഇട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. ആ ഒരു ഇഷ്യൂ ആണുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ബോർഡ് സാപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ ബോർഡ് സാപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ അപ്പർ ബോർഡാണ്. അത് ചെയ്യാൻ കാരണം ഇതിൻ്റെ കസ്റ്റമർ ഓൾറെഡി ഇതിൻ്റെ ക്യാമറ റിപ്പയറിങ്ങിനും മറ്റും വേണ്ടിയിട്ട്, ക്യാമറ വർക്ക് ചെയ്യാത്തൊരു ഇഷ്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂ വന്നത്. അതിന് ശേഷം പിന്നെ റെഡി ആയിട്ടില്ല. പിന്നെ ഈ ഒരു മോഡലിന് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അപ്പർ ബോർഡാണ് ബോർഡ് സാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്പർ ബോർഡ് സാപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ കസ്റ്റമർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ റിപ്പയറിങ് കൊടുത്തതിന് ശേഷം ചെറിയൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൂടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്റെ ലോവർ ബോർഡും അധികം വിശ്വസിക്കാൻ പറ്റില്ല, എന്താ കണ്ടീഷൻ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അപ്പർ ബോർഡ് സാപ്പ് ചെയ്തിട്ട് നമ്മളിത് ഇട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഓക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, അപ്പർ ബോർഡ് സാപ്പ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോവർ ബോർഡ് കൂടി ബോർഡ് സാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആ ഒരു ബോർഡ് സാപ്പിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ ഇതിൻ്റെ IC സെപ്പറേറ്റ് എടുക്കുന്നതും അതൊക്കെ, അപ്പോൾ ജസ്റ്റ് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യും. ബാക്കിയെല്ലാം റെക്കോർഡ് ചെയ്താൽ സാഹചര്യം ഉണ്ടാവണം എന്നില്ല. കഴിയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും, അത് ഈ വീഡിയോയിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിലേക്ക് പോവാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അത് ഫോളോ ചെയ്യാം. യൂട്യൂബിലുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ പരമാവധി എൻ്റെ വീഡിയോകൾ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ ഒരു ബോർഡ് സാപ്പിംഗ് പരിപാടിയിലേക്ക് നമുക്ക് നേരെ കടക്കാം. ഓക്കെ, അതുപോലെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 Pro എല്ലാവർക്കും അറിയാം സാൻഡ്വിച്ച് ബോർഡാണ്. അപ്പോൾ ആ സാൻഡ്വിച്ച് ബോർഡിൻ്റെ സെപ്പറേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 180 ഡിഗ്രി നമ്മളെ ഹീറ്റിംഗ് പാനലിൽ 180 ഡിഗ്രിയും അതുപോലെ തന്നെ ബ്ലോവർ യൂസ് ചെയ്തിട്ട് ടോപ്പ് സൈഡിൽ നിന്ന് 300 ഡിഗ്രി ഹീറ്റും സപ്പോർട്ടും കൂടി കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലൂ കട്ടിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത ബോർഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നാൻഡാണ് റിമൂവ് ചെയ്യുന്നത്. നാൻഡ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 ഡിഗ്രി ഹീറ്റും അതുപോലെ തന്നെ 40 എയറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും ബ്ലോവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹീറ്റും എയറും സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. കാരണം ഇത് ഓൾറെഡി കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഹീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ക്യുക്കിൻ്റെ 861 DW എന്നുള്ള മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിന് വേണ്ട ഒരു ഹീറ്റും എയറും കൃത്യമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റ് കിട്ടിയിട്ട് IC ഡാമേജ് ആവാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് IC സെപ്പറേഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ IC സെപ്പറേറ്റ് ചെയ്യാനും ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് എയർ എത്രയാണെന്നും പറഞ്ഞുതരാം. 360 ഡിഗ്രിയാണ് ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എയർ 40 മാത്രമാണ് ഇട്ടിട്ടുള്ളൂ, കൂടുതൽ എയർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ICക്ക് ഡാമേജോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. വളരെ ഈസി ആയിട്ട് കിട്ടും. 13 മുതലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ICകൾ എടുക്കാൻ കഴിയും. ഗ്ലൂ വളരെ കുറവാണ്. അപ്പോൾ ഒരു IC നമുക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി CPU ആണ്. CPUലാണെങ്കിലും നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗ്ലൂ കട്ടിംഗ് ആണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഗ്ലൂ കട്ടിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻലിൻ്റെ ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് 280 അതുപോലെ തന്നെ എയർ 40 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹീറ്റ് കറക്റ്റ് ആവണം, ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു കട്ടിങ് വളരെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല.
കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗമ്മ് കൃത്യമായിട്ട് പോരില്ല, അല്ലെങ്കിൽ നമ്മൾ ഗമ്മ് എടുക്കുന്ന നേരത്തെ അതിൻ്റെ അടുത്തുള്ള കമ്പോണൻസുകൾ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സൊക്കെയാണ് ഇതിൻ്റെ 4 വശത്തും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റും എയറും വളരെ കൃത്യമായിരിക്കണം. ഒരു ഹീറ്റ് അല്പം കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് പെർഫെക്ഷൻ കിട്ടില്ല. എന്തായാലും അതിൻ്റെ അടുത്തുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. പിന്നെ നമ്മുടെ ഹാൻഡ് സ്കില്ലാണ് മെയിൻ. ഹാൻഡ് സ്കിൽ ഇമ്പ്രൂവ് ആവണം. ഹാൻഡ് സ്കിൽ ഇമ്പ്രൂവ് അല്ലാത്തൊരാൾ, കാരണം ക്യാനലിൻ്റെ ഈ ഒരു ബ്ലേഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. അപ്പോൾ നമ്മളൊരു ഹാൻഡ് സ്കില്ല് കറക്റ്റ് അല്ലാത്തൊരാളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബോർഡിൽ ഡാമേജ് കാര്യങ്ങൾ വരും. പിന്നെ ഈ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡാമേജ്ഡ് ബോർഡാണ്, എങ്കിലും നമ്മൾ വൃത്തിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. പിന്നെ വർക്കിംഗ് ബോർഡുകളും നമുക്കിതുപോലെ ചെയ്യാനുണ്ടാവും. അപ്പോൾ വർക്കിംഗ് ബോർഡിലാണെങ്കിലും നമുക്ക് ബോർഡിൽ സ്ക്രാച്ചും കാര്യങ്ങളും വീഴരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ബ്ലേഡ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ബ്ലേഡ് യൂസ് ചെയ്ത് അതിന് കൃത്യമായിട്ട് ഹാൻഡ് സ്കില്ല് ഉള്ള ഒരാൾ ചെയ്യുകയാണെങ്കിൽ ബോർഡിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ വീഴില്ല, അതുപോലെ തന്നെ ട്രാക്കുകൾ കട്ടാവും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മളിതിൻ്റെ CPU റിമൂവ് ചെയ്യുകയാണ്. CPU റിമൂവ് ചെയ്യാനും ഇവിടെ ഹീറ്റ് ഞാൻ 340 മാത്രമാണ് ഹീറ്റ് ഇട്ടിട്ടുള്ളത്, എയർ 60 ആണ്. നാൻഡ് ചെയ്തപ്പോൾ 360 ഹീറ്റും 40 എയറുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 340 ആൻഡ് 60 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ CPU-ന് അധികം ഡാമേജ് കാര്യങ്ങൾ വരില്ല. അതുപോലെ തന്നെ ബോർഡ് കംപ്ലീറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് CPU-ലേക്ക് ഹീറ്റ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ CPU പെട്ടെന്ന് തന്നെ ഇളകിപ്പോരാൻ സാധ്യത കൂടുതലാണ്, ഡാമേജും കുറയും. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും നമുക്ക് വളരെ ചെറിയ കപ്പാസിറ്റർ റെസിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ഇത് പെട്ടെന്ന് ഡാമേജ് ആവും. ഓക്കെ, ഇനി IC ക്ലീനിങ് ആണ്. ഇപ്പോൾ നാൻഡാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതിൽ പേസ്റ്റ് ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ ബോളുകളിൽ സെറ്റായി കൊടുക്കുന്നത്. കാരണം ഇതിൽ ഓൾറെഡി കമ്പനിയിൽ നിന്ന് വരുന്ന ലെഡ് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ലെഡുകളായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ലോ മെൽറ്റിംഗ് പോയിൻറ്റിലേക്ക് മാറ്റാനായിട്ട് ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 183 ഡിഗ്രിയുടെ പേസ്റ്റ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റീബോളിംഗ് ആണ്. റീബോളിംഗ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പേസ്റ്റ് 183 ഡിഗ്രിയുടെ പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് അത് ഇഷ്ടമുള്ള പേസ്റ്റ് യൂസ് ചെയ്യാം, എന്നാലും പരമാവധി റേറ്റ് കൂടിയ നല്ല ബ്രാൻഡ് നോക്കിയിട്ടുള്ള പേസ്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഈ ഫോൺ കുറേ കാലം വർക്ക് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റീബോൾ ചെയ്യാം. ഇങ്ങനെ ഈ ഒരു നല്ല പേസ്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ബോൾസ് ഡ്രൈ ആവാതെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റീബോളിങ്ങിന് യൂസ് ചെയ്യുന്ന ഹീറ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 340 40 എയർ, ഇതാണ് റീബോളിങ്ങിനും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീബോളിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, അതിലുള്ള ഒരു പഴയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണാം നമുക്ക്. ബോൾസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി CPU റീബോളിംഗ് ആണ്. CPU റീബോളിങ്ങിന് നമ്മളിവിടെ മാഗ്നറ്റിക് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് CPU റീബോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബോൾസുകളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെയും ഹീറ്റ് എയർ 340 40 തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലൗഡ് ബോർഡിൽ നിന്ന് അതിൻ്റെ CPU-യും ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ CNC ബോർഡല്ല, നമുക്ക് രണ്ട് രീതിയിൽ ബോർഡ് സാപ്പിങ്ങിനായിട്ട് ബോർഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് CNC ബോർഡും മറ്റൊന്ന് ക്ലൗഡ് ബോർഡും. CNC ബോർഡ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പൂർണ്ണമായിട്ട് വർക്കിംഗ് ആണോ എന്ന് പറയാൻ കഴിയില്ല. ക്ലൗഡ് ബോർഡാണെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ അത് വർക്കിംഗ് ആയിരിക്കും, ക്ലൗഡ് ഉണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള CPU-യും നാൻഡും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്നുള്ള CPU-യും നാൻഡും തിരിച്ച് അതിലേക്ക് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ബോർഡാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ CPU ആദ്യം തന്നെ ആ ഒരു ക്ലൗഡ് ഉണ്ടായിരുന്ന ആ ബോർഡിലേക്ക് തിരിച്ചിടുകയാണ്. ഇവിടെ തിരിച്ചിടുമ്പോഴും നമ്മൾ ഹീറ്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് 340 അതുപോലെ തന്നെ 60 എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, CPU-നെ തിരിച്ച് ഫിക്സ് ചെയ്യുന്നത്. കാരണം റീബോൾ ചെയ്ത ഒരു IC ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റ് ഇനി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞ ഹീറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു CPU നമ്മൾ ഏകദേശം ഫിക്സ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. ഹീറ്റൊന്നും ഓവർ അടിക്കരുത്. അതൊക്കെ നമ്മൾ ഹാൻഡ് സ്കില്ലാണ് മെയിൻ ഇതിന് വരുന്നത്. ഹാൻഡ് സ്കില്ല് ഉണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ CPU ഡാമേജ് വരും. അപ്പോൾ CPU ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫിക്സ് ആവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആ ബോർഡിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാൻഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നാൻഡ് ഫിക്സ് ചെയ്യാനാണെങ്കിലും നമ്മളിവിടെ ഹീറ്റും എയറും 340 അതുപോലെ തന്നെ 60 എയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, അതിനും ഹീറ്റ് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നാൻഡ് നമുക്കറിയാം നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതിലാണുള്ള ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഡാമേജ് വരും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഹീറ്റും എയറും മാത്രം യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CPU അതുപോലെ തന്നെ നാൻഡ് രണ്ടും റീബോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരം എന്ത് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. പവർ സപ്ലൈൻ്റെ കേബിള്. അപ്പോൾ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഫോൺ എന്തായിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. ആംബിയർ നോക്കുക. നോർമലി ഉള്ള ആംബിയറും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്, കുഴപ്പമില്ല. അപ്പോൾ മെനുവിലേക്ക് വരുമെന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ സംഭവം മെനുവിലേക്ക് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ലോക്കർ നോക്കാം. ഓക്കെ. അപ്പോൾ സംഭവം എന്തായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, അടുത്തത് ലോവർ ബോർഡും അപ്പർ ബോർഡും കൂടി ജോയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് സാപ്പിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അപ്പർ ബോർഡും അതുപോലെ തന്നെ നമ്മൾ സാപ്പ് ചെയ്ത അപ്പർ ബോർഡും ആദ്യത്തെ ലോവർ ബോർഡും നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ബേസ് ബാൻഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് എന്ത് തന്നെ നോക്കിയിട്ട് നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബോർഡിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഓൾറെഡി ഇതിലെന്തോ ഒരു ഇഷ്യൂ നെറ്റ്വർക്കിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ശരിയാക്കിയതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇഷ്യൂ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ഈ ഒരു ഇതിപ്പോൾ കാണുന്ന ക്ലൗഡ് ബോർഡാണ്. ക്ലൗഡ് ബോർഡിലേക്ക് പഴയ അതിൻ്റെ ബേസ് ബാൻഡ് ഐസിയും അതുപോലെ തന്നെ വൈഫൈ ഐസിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അതുപോലെ ഇതിൽ ലോവർ ബോർഡ് സാപ്പ് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കാണിക്കുന്നത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോവർ ബോർഡും അപ്പർ ബോർഡും തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ട് ബോർഡ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സിം ഇട്ടിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നമ്മുടെ ആ ഒരു പഴയ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ലോവറും അപ്പറും ആയിട്ടുള്ള ബോർഡുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ബോർഡ് സാപ്പിംഗ് ചെയ്തിട്ടുള്ള ആ രണ്ട് ബോർഡുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് കണ്ടീഷൻ എന്നൊക്കെ. അപ്പോൾ ഫോൺ കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയുക, സിമ്മിട്ട് നോക്കിയിട്ടില്ല, സിമ്മിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണായതിന് ശേഷമുള്ളൊരു അവസ്ഥയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ടച്ചൊക്കെ വർക്കിംഗ് ആണ്. ഫേസ് ഐ ഡി ഓൾറെഡി ഇതിൽ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഫേസ് ഐ ഡി ആണിപ്പോൾ കണ്ടത്. ഓക്കെ. അപ്പോൾ ലോക്കൊന്ന് തുറക്കാം. ലോക്ക് തുറന്നു. ഫോണ് എന്താ പറയുക എല്ലാം വരുന്നുണ്ട്. ക്യാമറ വന്നിട്ട് നോക്കാം. ക്യാമറ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. എല്ലാ ക്യാമറാസും വർക്കിംഗ് ആണ്, അതിനൊന്നും പ്രശ്നങ്ങളില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിം ഇട്ട് കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ട് ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സിം ഇട്ട് കഴിഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. സിം ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്ത് ചെയ്യും, ഫോൺ റീസ്റ്റാർട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ ആണോ ഇപ്പോൾ എന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സിം ഇട്ടിട്ടുണ്ട്. ഓക്കെ. മുകളിൽ നമുക്ക് നെറ്റ്വർക്ക് വന്നതായിട്ട് കാണാൻ കഴിയും, കണ്ടല്ലോ. അപ്പോൾ സിം ഇട്ടിട്ടുണ്ട്. സിം ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു 4-5 സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഫോൺ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ആവാൻ തുടങ്ങും. കോളൊന്നും നമുക്ക് ചെയ്യാനേ കഴിയില്ല. ഇത് ഓൾറെഡി ഇപ്പോൾ ഞാനിട്ടുള്ള BSNL സിമ്മാണ്. ഇത് ബാലൻസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് എന്തായാലും നോക്കി നോക്കാം. കാരണം കണ്ടോ ബാലൻസ് ഇല്ല എന്നവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും എന്ത് ചെയ്യില്ല, അതിൽ വരില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പർ ബോർഡും ലോവർ ബോർഡും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ബേസ് ബാൻഡ്, ആദ്യം ബേസ് ബാൻഡ് ഇതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലോവർ ബോർഡ് ചെയ്തതോട് കൂടിയിട്ട് അതിൻ്റെ ബേസ് ബാൻഡും എന്തായി കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ബേസ് ബാൻഡ് ID ഇവിടെ താഴെ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൻ്റെ കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ നിങ്ങൾക്ക് കമൻസിലോ അല്ലെങ്കിൽ ബയോയിലോ ഒക്കെ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.